ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? എല്ലാവരും തല കൊണ്ടൊന്ന് ആട്ടുകയെങ്കിലും ചെയ്യൂ. കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ എന്നെ? ഉണ്ടെങ്കിൽ ആ അത്ഭുതമാണല്ല പറയുന്നത്. അല്ലാഹുവല്ലേ നിങ്ങളുടെ കാഴ്ചയും കേൾവിയും നിയന്ത്രിക്കുന്നത്. വല്ലാത്തൊരു വാക്കാണ് കേട്ടോ അത്. സംഅ് അത് മുഫ്രദാണ്, അബ്സ്വാർ അത് ജംആണ്. കേൾവി, കാഴ്ച ഒരു രൂപത്തിലാണ് കേൾക്കുന്നതെങ്കിൽ കാഴ്ച പല രൂപത്തിലല്ലയോ? ഓരോരുത്തരുടെ കണ്ണിനും ഓരോ കാഴ്ച, ചെവി ഏറെക്കുറെ ഒരേ കേൾവിയാണ്. അങ്ങനെ ഒരു വ്യാഖ്യാനം പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഖുർആനിൽ എവിടെയൊക്കെ കാഴ്ചയും കേൾവിയും എന്ന് പറഞ്ഞിട്ടില്ല. പറയുന്നിടത്തൊക്കെ അല്ലാഹനെ പറയുകയാണെങ്കിൽ പോലും സമീഉം ബസീർ, സമീഅൻ, അല്ലാഹു തആല കാണുന്നവനും കേൾക്കുന്നവനും കാണുന്നവനും. കേൾവി ആദ്യം. ഇതിലൊക്കെ വലിയ രഹസ്യങ്ങളുണ്ട് മുഅ്മിനേ, അല്ലേ? എന്തുകൊണ്ടാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതിൽ ഒരിടത്തല്ലാത്ത ഒരിടത്ത് മാത്രം അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ആദ്യം കാഴ്ച പിന്നെ കേൾവി. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം കേൾവി പിന്നെ കാഴ്ച. എന്താണെന്നറിയോ അത്? മനുഷ്യൻ ആദ്യം തുടങ്ങുന്നത് കേൾക്കാനാണ്, അല്ലേ? താരാട്ടുപാടി ഇങ്ങനെ ഉറക്കുകയാണ്. അറ്റലായ പൈതലേ ആരംഭ പൊന്നോമലേ ആശയേറും മാമ്പലേ അല്ല തന്ന കാതലേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് കുട്ടി കേൾക്കുള്ളൂ, ചെയ്യാ, കാണൂല. ഒരു കുഞ്ഞ് കേട്ടുകൊണ്ടാണ് അവന്റെ ജീവിതം തുടങ്ങുന്നത്. കാണാൻ അവന് കഴിയില്ലെങ്കിലും കേൾവി അവൻ തുടങ്ങിയിട്ടുണ്ട്. അവന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പോലും ഒരു കുഞ്ഞ് കേട്ട് തുടങ്ങുമെന്നാ പറയുന്നത്. അമ്മ യംലിക്കു, ആരാണത് നിയന്ത്രിക്കുന്നത്? മുഅ്മിനേ, പടച്ചോനെങ്ങാനും ഒന്ന് തരണ്ടാന്ന് തീരുമാനിച്ചാൽ, എൻ്റെ ഒരു സഹോദരൻ, എനിക്ക് വളരെ അടുത്ത ആലുവയിലെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് കുറെ കാലമായിട്ട് ദുആ ചെയ്യാൻ പറയുന്ന ഒരു സംഗതി എന്താണെന്നറിയോ? മോൾക്ക് കേൾവി ശക്തി സീറോയാണ്, തീരല്ല. മോൾക്ക് അതുകൊണ്ട് സംസാരിക്കാനും കഴിയില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ നടത്തി. 8 ലക്ഷം രൂപ ഓപ്പറേഷന് കൊടുത്ത് നിങ്ങളുടെ കോഴിക്കോടുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കേൾവി ശക്തി തിരിച്ചു കിട്ടാൻ ഒരു കോക്ലിയ പ്ലാന്റേഷൻ സർജറി നടത്തി. 8 ലക്ഷം രൂപക്ക് സർക്കാർ ഒരു 6 ലക്ഷം രൂപ ധനസഹായവും നൽകി. ആലോചിച്ച് നോക്കൂ. ഇതോ നമ്മളുടെ ചെവിക്ക് കാശ് കൊടുത്തു ആർക്കേലും? അല്ല തരണ്ടാന്ന് തീരുമാനിച്ചാൽ പൈസ കൊടുക്കേണ്ടി വരും, അല്ലേ? പല്ല് തേക്കാൻ പറഞ്ഞു ഹബീബായ മുഹമ്മദ് മുസ്തഫ. എപ്പോഴും പല്ല് ഇങ്ങനെ തേക്കും. പക്ഷെ മടിയന്മാര് കുറെ തേക്കൂല. പിന്നെ അവൻ തേച്ചു തുടങ്ങും. എപ്പോന്നറിയാം നിങ്ങൾക്ക്? പല്ലൊക്കെ ഒരു 10-40 വയസ്സായപ്പോഴേക്ക് 4 യാ അല്ലാഹ്. അപ്പൊ അവൻ പിന്നെ പല്ല് വാങ്ങി ഫിറ്റ് ചെയ്യും. ഒരു പല്ലിന് എന്താ വില എന്നറിയാം നിങ്ങൾക്ക്? ഒരു പല്ല് കാശ്, സ്വർണ്ണ പല്ലൊന്നും ആവണ്ട, ഒരു സാധാ ദന്തിസ്റ്റിന്റെ അടുക്കൽ പോയിട്ട് ഒരു പല്ല് കാശ് കൊടുത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ കാശ് അങ്ങോട്ട് എണ്ണി കൊടുക്കണം. അത് കൊടുത്താൽ പിന്നെ അവൻ കാണാം, ദന്തിസ്റ്റ് പറയും 2 നേരം പല്ല് വെച്ചാൽ മതി. പക്ഷെ ഇയാള് കാണാം ആ വെപ്പ് പല്ലിന്റെ മുകളിൽ 5 നേരം. കാശ് കൊടുത്ത് വാങ്ങിയതല്ല, അതങ്ങനെ വെറുതെ ആക്കാൻ പാടില്ലല്ലോ. ഇത് അള്ളാഹു നിയന്ത്രിക്കുന്നതാണ്. ഒരാൾക്ക് അള്ളാഹു തആല കേൾവി ശക്തിയും കാഴ്ച ശക്തിയും ഒരുമിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹു തആല അവന് ദുനിയാവിൽ ആ എല്ലാ നിഅമത്തുകളുടെയും ഏറ്റവും വലിയ ഒരു സംഗ്രഹമാണ് അവനിൽ നിന്ന് ഇല്ലാതാക്കിയത്. കാഴ്ച ഉണ്ട്, കേൾവില്ല, കുറെ കാര്യങ്ങൾ നടക്കും. കേൾവിയുണ്ട്, കേൾവിയില്ല, കാഴ്ച ഉണ്ട്, കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, കേൾവിയില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നില്ലാതെയായാലും കുറെ കാര്യങ്ങൾ നടക്കും. രണ്ടും ഒരുമിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പ്രതിഭ അങ്ങനെ ഉണ്ടായിട്ടില്ല. കണ്ണില്ലാത്തവരുടെ എത്രയെത്ര പ്രതിഭകളാണ്.
ദാറുൽ ക്ലാസ് എടുക്കാൻ വരാറുണ്ട് ഒരു ഡോക്ടർ നവാസ് നിസാർ. അദ്ദേഹം ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഡോക്ടർ നവാസ് നിസാർ. 2 കണ്ണുകളും അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. 2 മക്കൾ അദ്ദേഹത്തിന്റെ പാപ്പാക്ക് വേറെ ഉണ്ട്, അവർക്ക് 2 കണ്ണുമില്ല. പക്ഷെ ആള് PhD എടുത്ത ആളാ. നമ്മളെക്കാൾ ഉഷാറായിട്ട് മൂപ്പര് ഒരു തവണ അസ്സലാമു അലൈക്കും എന്ന് നിങ്ങൾ ഇന്ന് പറഞ്ഞു, അടുത്ത കൊല്ലം നിങ്ങൾ നവാസ് നിസാറിനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിക്കും ഇന്ന ആളല്ലേ. അത്രയും വലിയ കഴിവാ. നമുക്കോ? നമുക്ക് ഫുൾ ടൈം കാണുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ എവിടെയോ വെച്ച് കണ്ടിട്ട് പരിചയം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇയാൾ ഗൾഫിൽ നിന്ന് വന്നതാണ്, പുതിയൊരാളെ കണ്ടതാണ്. നിങ്ങൾ എവിടെ വെച്ച്? അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോൾ അമ്മോശം കാക്കയാണ്. അപ്പൊ ഗൾഫിൽ അങ്ങ് പോയപ്പോഴേക്ക് അത്രേ ഉള്ളൂ നമ്മുടെ ഓർമ്മ എന്ന് പറയുന്നത്. ചെവിയും കാഴ്ചയും. അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലർ നോബൽ സമ്മാനമൊക്കെ നേടിയ വലിയ ഒരു എഴുത്തുകാരിയും സാഹിത്യകാരിയും ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന ആളാണ്. അവരെ കുറിച്ച് ബാലരമ ഡൈജസ്റ്റ് വന്നിരുന്നു. ചെവി ഉണ്ടായിരുന്നില്ല, അവർക്ക് കാഴ്ചയുണ്ടായിരുന്നില്ല, കേൾവി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇല്ല കേട്ടോ. അങ്ങനെ ഹെലൻ കെല്ലറിന് വലുതാവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ 12ാമത്തെ വയസ്സിലാണ് അവർക്ക് നഷ്ടപ്പെട്ടത് എന്നാണ് ആ കഥയിൽ കാണുന്നത്. അതുവരെ അവർ കണ്ടിട്ടുണ്ട്, അതുവരെ അവർ കേട്ടിട്ടുണ്ട്. മരുന്ന് മാറി കഴിച്ചതിന്റെ പേരിലാണ് അവർക്കത് ആ അസുഖം സംഭവിച്ചത് എന്നാണ് അവരെ കുറിച്ചുള്ള ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞത്, എന്റെ മുഅ്മിനേ, ഇത് അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അമ്മയ്യം ലികുസ്സംഅ വൽ അബ്സ്വാർ. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം കേൾവി പിന്നെ കാഴ്ചയാണ് എല്ലായിടത്തും പറയുന്നത്. ഒരിടത്തൊഴികെ എന്ന് ഞാൻ പറഞ്ഞു. അത് എവിടെയാണ്? ആഖിറത്തിലെത്തുമ്പോ. അവിടെ അല്ലാഹു പറയുന്നത് നിങ്ങൾ കുറെ അല്ലേ, അവിടെ പറയുന്നത് വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം. കണ്ടില്ലേ, അല്ലാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ തലയും താഴ്ത്തി നിൽക്കുകയാണ്. അവിടുന്ന് പറയുകയാണ്, റബ്ബനാ അബ്സ്വർനാ വസമിഅനാ, റബ്ബനാ അബ്സ്വർനാ. പടച്ചോനെ, നീ ഞങ്ങൾ പറഞ്ഞതെല്ലാം കണ്ടുട്ടോ. വസമിഅനാ, പടച്ചോൻ ഇതൊക്കെ കേൾക്കും ചെയ്തു കേട്ടോ. കാരണം അവിടെ കാഴ്ചയാ കൂടുതലുള്ളത്. കേൾവിയേക്കാൾ കാഴ്ചയാണ്, എല്ലാം കാണുകയാണ്. അതുകൊണ്ട് ഫർജിഅനാ നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. ഇനി അല്ലാഹുവിന്റെ നിയന്ത്രണം, ആ നിയന്ത്രണത്തിന്റെ വൈപുല്യത്തെ കുറിച്ചുള്ള ഒരായത്ത്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്. നല്ല രസമുള്ള ഒരു വചനമാണ്. ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാതിൽ അർള് വലാ റത്ബിൻ വലാ യാബിസ് ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ചിന്തിക്കണേ, അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ അടുക്കലാണ് അദൃശ്യജ്ഞാനങ്ങളുടെ താക്കോലുകൾ. നല്ല നല്ല വിശദീകരണങ്ങൾ വ്യാഖ്യാതാക്കൾ പറഞ്ഞ ഒരു ആയത്താണ്. അല്ലാഹുവിനല്ലാതെ അതറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹയ്യാൻ എന്ന മുഫസ്സിർ തന്റെ അൽ ബഹ്റുൽ മുഹീത്തിൽ പറയുകയാണ്, ഈ കാര്യങ്ങളുടെ ക്രമസൗകുമാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കാര്യങ്ങളുടെ ക്രമം എത്ര മനോഹരമായിട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. മഫാത്തിഹുൽ ഗൈബ്. നിങ്ങൾ എത്ര അന്വേഷിച്ചാലും നിങ്ങൾ കാണാൻ കഴിയില്ല. ലാ യഅലമുഹാ ഇല്ലാഹു. ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അതേതാണ്? വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. കടലിലുള്ളത്, കരയിലുള്ളത് അല്ലാഹുവിനറിയാം. നിങ്ങൾക്ക് കാണാൻ കഴിയും, പക്ഷേ നിങ്ങൾക്കതറിയില്ല. ആഴിയുടെ അടിത്തട്ടിലൂടെ അരിച്ചരിച്ച് നീങ്ങുന്ന മത്സ്യങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അല്ലാഹുവിനതറിയാം. മുത്തെവിടെയാ, പവിഴം എവിടെയാ, ആഴമെത്രയാ, അല്ലാഹുവിനറിയാം. മാ ഫിൽ ബർരി വൽ ബഹർ. പിന്നെയോ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാതിൽ അർള്. ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നത്, ഒരു ധാന്യം മുളക്കുന്നത്, എല്ലാം അല്ലാഹു തആല അറിയുന്നുണ്ട് അല്ലേ?
അദ്ദേഹം പറയാണ്, രണ്ട് ചെറിയ കാര്യങ്ങൾ, ഇല മുകളിൽ നിന്ന് വിത്ത് താഴെ നിന്ന്, എല്ലാം അല്ലാഹ്ക്കറിയാം. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർള് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. എല്ലാം അല്ലാഹുവിനറിയാം. ഇനി വളരെ ചിന്തിക്കണേ, എത്ര ചെറുതാണെങ്കിലും വലിയ കാര്യങ്ങൾ എന്നുള്ളതല്ല, ചെറിയ നിസാരമായ സംഗതികളെ നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു എന്ന്. അള്ളാഹു അതിന്റെ ഏറ്റവും ഇന്നത്തെ ശാസ്ത്രത്തെ പോലും എന്നും തലകുനിക്കുന്ന രീതിയിൽ ഖുർആൻ പറഞ്ഞ 3 ആയത്തുകൾ നിങ്ങളെ ഞാൻ ഓതി കേൾപ്പിക്കുകയാണ്. ഒന്ന്, സൂറത്തുൽ ലുഖ്മാനിന്റെ 13-ാമത്തെ ആയത്ത്, 16-ാമത്തെ ആയത്ത്. അള്ളാഹു തആല ഖുർആനിനോട് അടുക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിന്റെ ഉള്ളിൽ ചേർക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ലുഖ്മാനിന്റെ 16-ാമത്തെ ആയത്ത്. ഒന്ന്, അല്ലാഹു തആല പറയാണ്, മോനെ, നീ ചെയ്യുന്ന കാര്യം ഏറ്റവും നിസാരമായ ഒരു കടുക് മണിയുടെ അത്രയാണെങ്കിൽ അത് അല്ലാഹു തആല അറിയുകയും നാളെ അല്ലാഹു തആല ആ കടുക് മണിയുടെ അത്ര പോണത് കൊണ്ടുവരികയും ചെയ്യും. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖ്റഹ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. മനസ്സിലായില്ലേ? അപ്പൊ ഏറ്റവും ചെറുത് വെള്ളം പറഞ്ഞത് ഏതാ? ഒരു കടുകിന്റെ മണി, മിസ്കാലു ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകിന്റെ മണി. ഇനി നോക്കണേ, ഇനി അടുത്തത് അല്ലാഹ് പറയുന്നത്, അടുത്ത ആയത്തിൽ അല്ലാഹ് പറയുന്നത്, വേറെ ഒരു ആയത്തിൽ അല്ലാഹ് പറയുന്നത് ഏറ്റവും ചെറിയത് ആറ്റമാണ് എന്നുള്ളതാണ്. ഏറ്റവും ചെറിയത് ആറ്റം, ജുസ്ഉൻ ലാ യതജസ്സ എന്നാണല്ലോ അതിന് പറയാറുള്ളത്. ആറ്റം ഇങ്ങനെയാ പറയുന്നത്, വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർള്, ആകാശത്തുള്ള ഭൂമിയിലുള്ള ഒന്നും, വലാ ഫിസ് സമാ, അല്ലാഹു തആലയുടെ മേലിൽ ഒരിക്കലും ഒരണുമണിയും അവ്യക്തമാവുകയില്ല, മറഞ്ഞിരിക്കുകയില്ല. നിസാരമായൊരു സംഗതി, മിസ്കാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാ. അപ്പൊ ഏതൊരു വസ്തുവിന്റെയും ഏറ്റവും ചെറിയ ഭാഗം ആറ്റം, അത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞിരിക്കുകയില്ല. ഇനി ബാക്കി കേട്ടോളൂ, വലാ അസ്ഗറ മിൻ ദാലിക്, അതിനേക്കാൾ ചെറിയ ഒന്ന്, അതിനേക്കാൾ ചെറിയ ഒന്ന് ആറ്റത്തെ വിഭജിക്കുവാൻ കഴിയുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞനാണ്. ആറ്റത്തിലുള്ള അത്ഭുതങ്ങൾ, അതിൽ പ്രോട്ടോൺ ഉണ്ട്, അതിൽ ന്യൂട്രോൺ ഉണ്ട്, അതിൽ ഇലക്ട്രോൺ ഉണ്ട്, അതിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട്. ഒരു സഞ്ചാരപഥത്തിലൂടെ ഒരൊറ്റ ആറ്റത്തിൽ, അവൻ മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം കാണാൻ കഴിയുന്ന ആറ്റത്തില് ഇതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഒരു നിശ്ചിത അകലത്തിൽ ഇതിങ്ങനെ സഞ്ചരിക്കുന്നു എന്നാ പറയുന്നത്. ഒരൊറ്റ ആറ്റത്തിൽ ഇതൊക്കെ വിഭജിക്കാൻ കഴിയും. ശാസ്ത്രം എന്നാണ് പറയുന്നതെങ്കിൽ വലാ അസ്ഗറ മിൻ ദാലിക് വലാ അക്ബർ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. എല്ലാം അല്ലാഹുവിന്റെ അടുക്കലുണ്ട്. എവിടെ മറഞ്ഞിരിക്കാൻ കഴിയും? ആരുടെ മുമ്പിലാ നമുക്ക് മറഞ്ഞിരിക്കാൻ കഴിയാ? എന്റെ മുഅ്മിനേ, ചെയ്യുന്നത് മുഴുവൻ കാണുന്നുണ്ട്, നല്ലത് കാണുന്നുണ്ട്. നല്ലത് ചെയ്യുമ്പോ മനസ്സിൽ വേറെ ഒന്നാണെങ്കിൽ അതും കാണുന്നുണ്ട്. മുഅ്മിനെ, നമ്മെ നയിക്കേണ്ടതാ പ്രതീക്ഷയാണ്. എന്റെ റബ്ബുണ്ടല്ലോ, യഅലമു ഖായിനത്തൽ അഅയുനി വമാ തുഖ്ഫിസ് സുദൂർ. നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത്, വരിയെല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരംഗത്ത് മിന്നി മറയുന്ന 1000 വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളുമെല്ലാം യാ ഹയ്യു യാ ഖയ്യൂം യാ മൻ കുല്ലമാ നാദാഹു മുൽതറുൻ അജാബ ദുആഹു. എല്ലാം കാണുന്നയാളാണ് അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്നോട് അടുക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനേ. അതെല്ലാവർക്കും ഒന്നും അല്ലാഹു തആല നൽകൂല. അതെല്ലാവർക്കും ഒന്നും അല്ലാഹു തആല നൽകൂല. വളരെ ശ്രദ്ധേയമായ ഖുർആനിൽ ഒരു ഉപമ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒരു ഷഹാദത്ത് ചൊല്ലിയാൽ നമുക്ക് ആ അറിവ് ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലങ്ങ് പതിയും ഇൻഷാ അല്ലാഹ്. ഒരു ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. എല്ലാവരും ഉറക്കെ ചൊല്ലു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞ ഒരു ഉപമ വളരെ രസകരമായ ഒരു ഉപമയാണ്. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിത് വഫർഉഹാ ഫിസ്സമാ തുഅ്തി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. എന്താണത്? മുഅ്മിനേ, ഇത് നമുക്കുണ്ടോ എന്ന് ആലോചിക്കുക. അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഉപമ പറയുന്നത് കശജറത്തിൻ ത്വയ്യിബ, നല്ല ഒരു മരത്തെ പോലെയാണ്. ഇങ്ങോട്ട് നല്ല ഒരു മരത്തെ പോലെയാണ്. ആ മരം അസ്ലുഹാ സാബിത്, ആ മരം അടിയിലേക്കങ്ങ് ആകാശ ലോകത്ത് ഉയർന്നു നിൽക്കുന്നതാണ്. തന്നെയുമല്ല തുഅ്തി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, എപ്പോഴും അതിങ്ങനെ ഫലം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെവിടെയാണ്? എവിടെയാണ് ആ ഭൂമി? അത് നമ്മുടെ ഹൃദയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. അതിന്റെ ശാഖകൾ അങ്ങകലെ. അല്ലാഹുവേ, നിന്നെ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും പുത്ലി കി തറ ഹർ നസർ സേ മസ്തൂർ ഹേ തൂ, ഞങ്ങളുടെ കണ്ണിൽ അല്ലാഹുവേ നീ മറഞ്ഞിരിക്കുന്നതാണെങ്കിലും ഫർഉഹാ ഫിസ് സമാ, ആകാശത്താണ് അതിന്റെ ശാഖകളുള്ളത്. പിന്നെയോ ഇതുണ്ടായാൽ പിന്നെ തുഅ്തി ഉകുലഹാ, അതിന്റെ ഫലങ്ങൾ സൽക്കർമ്മങ്ങളായി, നിസ്കാരങ്ങളായി, സ്വതക്കകളായി, ദാനധർമ്മങ്ങളായി, നല്ല പെരുമാറ്റങ്ങളായി ആ സ്വഭാവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. യദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. പ്രസിദ്ധനായ മുഫസ്സിർ ഇമാം നസഫി ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, വൃക്ഷം കായയില്ലെങ്കിലും അത് വൃക്ഷം തന്നെയാണ്. ഒരു മരം, അതിൽ ഫലമില്ല, എന്നാൽ അത് വൃക്ഷം തന്നെയാണ്. ഫലത്തിന് വേണ്ടി ഒരു വൃക്ഷത്തെ നാം ഉണ്ടാക്കുകയാണ്, അത് ഫലം നൽകുന്നില്ലെങ്കിൽ പിന്നെ ആ വൃക്ഷത്തിന് വിറകാകുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇത് തന്നെയായിരിക്കും കർമ്മം ചെയ്തില്ലെങ്കിൽ വിശ്വാസിയുടെ അവസ്ഥ എന്ന് ബഹുമാനപ്പെട്ട ഇമാം നസഫി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്. എല്ലാവർക്കും അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എപ്പോഴും, അത് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലോ, അത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ആയിഷ എന്നൊരു കവി ഉണ്ടായിരുന്നു. ആയിഷ യമനിലുള്ളയാളാണ്, നല്ല കവിയാണ്. ഇന്നും സാഹിത്യം പഠിക്കുന്ന ആളുകൾ ആയിഷയുടെ കവിതകൾ പഠിക്കും. യമനിൽ നിന്ന് നബിയെ കുറിച്ച് കേട്ട് കുതിരപ്പുറത്ത് കയറി അലം തഗ്തമിൽ ഐനാക ലൈലത അർമദ വബിത്താ കമാ ബാത സലീമു മുസഹദാ. ഇന്നലെ രാത്രി നീ കണ്ണടച്ചില്ലല്ലോ, നിനക്ക് ചെങ്കണ്ണായിരുന്നല്ലോ, നിനക്ക് വിഷദംശമേറ്റതുപോലെ നീ ഇന്നലെ ഉറക്കമൊഴിച്ചിട്ടുണ്ടല്ലോ. എന്തിനാ നീ ഉറക്കമൊഴിച്ചത്? നിന്റെ കാമുകയെ ഓർത്താണോ? അല്ല, നബിയുൻ മറാമാല തറൗന വദിക്റുഹു അഗറാല അംരി ഫിൽ ബിലാദി വ അൻജദാ. നബിയെ കാണാൻ പോവാണ്. ഈ പാട്ട് പാടിയിട്ടാണ് ആയിഷ ഇങ്ങനെ ചെല്ലുന്നത്. നല്ല യാത്രയല്ലേ. മക്കയിലെത്തി, ഖുറൈശികൾ കണ്ടു, ആയിഷയെ കണ്ടു. വലിയ കവിയാണല്ലോ ഈ കവി, എങ്ങാനും വിശ്വസിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് പിടുത്തം കിട്ടില്ല എന്ന് അറിയാവുന്ന അവർ പറഞ്ഞു, ആയിഷ
നിങ്ങൾ വിചാരിക്കുന്ന സുഖമൊന്നും ഇസ്ലാം കയറി ഉണ്ടാവില്ല കേട്ടോ. ഇസ്ലാമിൽ കയറിയാലേ, നിങ്ങൾ മുസ്ലിം ആയാലേ, മുഹമ്മദിനെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ വിചാരിക്കുന്ന സുഖമൊന്നും ഉണ്ടാവില്ല. എന്തേ കാര്യം? ഇസ്ലാം വ്യഭിചാരത്തെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അതെനിക്ക് പ്രശ്നമല്ല, അത് ഞാൻ നിയന്ത്രിച്ചോളാം, കുഴപ്പമില്ല. ഇസ്ലാം കള്ളുകുടിയെ ഒഴിവാക്കുന്നുണ്ട്, കള്ളു കുടിക്കരുത് എന്ന് പറയുന്നുണ്ട്. ആയിഷ പറഞ്ഞു കള്ളു കുടിക്കാതിരിക്കുക, അതെനിക്ക് കഴിയില്ല. ഏതായാലും അതൊരു വലിയ പ്രശ്നം തന്നെ ആയതുകൊണ്ട് തൽക്കാലം ഞാൻ അടുത്ത വർഷം വന്ന് മുസ്ലിമായി കൊള്ളാം. നബിയെ കാണാതെ ആയിഷ എന്ന കവി തിരിച്ചു പോവുകയാണ്. കണ്ടില്ലേ, ഹിദായത്തില്ല. അബൂ ത്വാലിബിന് പോലും ഹിദായത്ത് ഉണ്ടായിട്ടില്ല. എത്ര ആളുകൾ അല്ലാഹ് തന്ന ഭാഗ്യമാണ്. നബിയോട് കൂടെ നിന്ന അബൂ ത്വാലിബിനേക്കാൾ വലിയ ഭാഗ്യം കിട്ടിയവരെ നമ്മളാണ് ഈ ഇരിക്കുന്നത്. ഹിജ്റയുടെ 8-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ കഅബ ശരീഫിന്റെ സമീപത്ത് ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. ഫലാലത്ത് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന ശത്രുവായ ആൾ നബിയെ കൊല്ലാൻ വേണ്ടി വാളുമെടുത്തുകൊണ്ട് ഫീ അസ്താരിൽ കഅബ, കഅബയുടെ ഖിൽഅയുടെ പിന്നിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. ഒന്നാമത് റസൂലുള്ളാഹി വരുമ്പോ ഇപ്പൊ കൊല്ലണം, കഴിഞ്ഞില്ല. രണ്ടാമതും വിചാരിച്ചു കഴിയുന്നില്ല, മൂന്നാമതും വിചാരിച്ചു കഴിയുന്നില്ല. കുറെ സമയം കാത്തുനിന്നോ. അങ്ങനെ കാത്തുനിന്ന് ഒടുവിൽ ഹബീബായ റസൂലുള്ളാഹി ഫലാലയെ കണ്ടു. അടുത്തേക്ക് വിളിച്ചു, ഫലാല, എന്താണ് നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? എന്താ മനസ്സിൽ? ഫലാല പറഞ്ഞു, ഞാൻ അല്ലാഹനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. ഫലാലയുടെ കയ്യിൽ പിടിച്ചു. റസൂലുള്ളാഹി തന്റെ കൈയെടുത്തു. എന്നിട്ട് ഫലാലയുടെ നെഞ്ചിൽ ഒരു കൊട്ടുകൊട്ടി. ഫലാല അതൊന്നുമല്ല. അദ്ദേഹം പറയുകയാണ്, എന്റെ മുകളിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക് മുത്ത് റസൂലിന്റെ കൈയൊന്ന് കിടക്കേണ്ട താമസം എന്റെ ഹൃദയത്തിൽ മാറ്റം വരാൻ തുടങ്ങി. ഞാൻ അവിടെ വെച്ച് മുസ്ലിമായി, ഞാൻ നബിയെ സ്നേഹിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ കഅബയുടെ അടുക്കൽ നിന്ന് രാത്രി ഇങ്ങനെ തിരിച്ചു പോവുകയാണ്. എല്ലാ ദിവസവും രാത്രി ഞാൻ സമീപിക്കുന്ന സുന്ദരിയായ ഒരു പെണ്ണെന്നെ വിളിച്ചു, ഇങ്ങോട്ട് വാ, നമുക്ക് ഇന്ന് ഇവിടെ കൂടിയിട്ട് നാളെ പോയാ പോരെ. അവളെന്നെ വിളിച്ചു, ഹലുമ്മ ഇലൽ ഹദീസ്, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിച്ചാലോ? ഫഖുൽതു ലാ, ഞാൻ പറഞ്ഞു അത് വേണ്ട. യഅബാ അലൈകില്ലാഹു വൽ ഇസ്ലാമു, ഇസ്ലാം എന്നെ അതിൽ നിന്ന് തടയുന്നുണ്ടല്ലോ, അതുകൊണ്ട് തൽക്കാലം ഞാൻ അതിനില്ല എന്ന് ബഹുമാനപ്പെട്ട ഫലാല റളിയല്ലാഹു തആല അൻഹു പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആളുകൾ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലോകത്ത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയില്ല, വലിയ വിപ്ലവങ്ങൾ. എന്തൊക്കെ വിപ്ലവങ്ങൾ! അതാണ്, അവർക്ക് സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്കതുണ്ട്. പക്ഷെ നമുക്ക് വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്നില്ല, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ചതല്ലല്ലോ. മിഠായ कैसरो किसरा के इस्तिबदाद को किसने, वो क्या था जोर हैदर फक्र बूजर सिद्क सलमानी. എങ്ങനെയാണ് കിസ്രയുടെയും കൈസറിന്റെയും കോട്ടക്കൊത്തളങ്ങൾ ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നത്? അതെന്തായിരുന്നു? ഫക്ര ബൂസർ, അബൂദറിന്റെ ദാരിദ്ര്യമായിരുന്നു. സുദ്ഖ സൽമാനി, സൽമാനിന്റെ സത്യസന്ധതയായിരുന്നു. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ആത്മധൈര്യമായിരുന്നു. എവിടെയും ചെല്ലാൻ ഒരു പേടിയില്ല. അവരുടെ കയ്യിലുള്ള ആയുധം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരായുധം അവരുടെ കയ്യിൽ വേറെ ഉണ്ടായിരുന്നില്ല. പേർഷ്യയുടെ നായകനായിരുന്ന റുസ്തും എന്ന് പറയുന്ന സേനാനായകൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഇസ്ലാമുമായിട്ട് കടന്നു ചെല്ലുകയാണ്.
ആര്? സുഹ്റ റളിയല്ലാഹു തആല അൻഹു റുസ്തുമിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇന്നാ ലം നഅതികും ലിത്വലബിദ് ദുനിയാ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത്, നിങ്ങൾ രാജാക്കന്മാരാണല്ലോ, നിങ്ങളുടെ അടുക്കൽ നിന്ന് ദുനിയാവൊന്നും കിട്ടാനല്ല. നിങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ വന്നത് ദുനിയാവ് കിട്ടാനൊന്നുമല്ല. ഞങ്ങളുടെ ലക്ഷ്യം ഇന്നമാ ത്വലബതുനാ വഹിമ്മതുനാ അൽ ആഖിറ. ഇവിടെ ഞങ്ങൾക്കൊന്നുമില്ല. ചിന്തിക്കണം നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുത്തിയ മാറ്റാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് റളിയല്ലാഹു അൻഹു ശാമ കീഴടക്കി. വലിയ രാജ്യമാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗവർണർ. അദ്ദേഹം ഇങ്ങനെ വരികയാണ് ഒരു ദിവസം ഷാമിൽ ഇസ്ലാം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്. വരുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത് കഴുതയുടെ പുറത്താണ്. തന്റെ കാലിലുണ്ടായിരുന്ന ഖുഫ എടുത്തുകൊണ്ട് അദ്ദേഹം തോളിലിട്ടിട്ടുണ്ടായിരുന്നു. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളാണ്. അബൂ ഉബൈദ കുറച്ചപ്പുറത്തേക്ക് അങ്ങ് ഓടിച്ചെന്നിട്ട് ഇതൊക്കെ നമുക്ക് പറയാനേ ഉള്ളൂ കേട്ടോ, കഴിയാ. അല്ലാഹു തആല ഇതൊക്കെ പറയുന്നത് കൊണ്ട് നമുക്ക് നന്മ നൽകുമാറാകട്ടെ. ഇതൊക്കെ പറയാം, അതല്ലാതെ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ വസ്ത്രം ധരിക്കാൻ കഴിയോ? ദുനിയാവ് ഒഴിവാക്കാൻ കഴിയോ? ഇല്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ പോയി അബൂ ഉബൈദ പറയുകയാണ്, ഇന്നൽ ഖൗമ ഖദ് ഇസ്തശ്റഫക, ആളുകൾ നിങ്ങൾ വലിയ ഒരാളായിട്ടാണ് നിങ്ങളെ കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആ വസ്ത്രമൊക്കെ ഒന്ന് ഉഷാറാക്കിയാൽ. ഉമർ തന്നെ പറഞ്ഞു, അത് വേണ്ട അബൂ ഉബൈദ, നമ്മൾ വളരെ നിന്ദ്യരായിരുന്നല്ലോ, അള്ളയല്ലേ നമ്മെ പ്രതാപശാലികളാക്കിയത്. ഇനി അള്ളയല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രതാപശാലികളാവുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ നിന്ദ്യരാക്കും. റുസ്തുമിന്റെ മുമ്പിൽ പോയിട്ട് ഇവർക്ക് പറയാനുള്ള ധൈര്യം എന്താ? ഈ ധൈര്യമാണ്. റുസ്തും പറഞ്ഞു, എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? മാദീനുൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? അവിടുന്ന് പറഞ്ഞു, അന്തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ മുസ്ലിമാവുക, നീ ഷഹാദത്ത് ചൊല്ലുക, നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഇതൊക്കെയാണ്. വേറെന്താ പറഞ്ഞു? ഇഖ്റാജുൽ ഇബാദി മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹ്, ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. മനുഷ്യരെ അല്ലെങ്കിൽ അവരുണ്ടാക്കിയ ആളുകളെ ആരാധിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുക. ഇന്ന് ഇബാദത്തുൽ ഇബാദാണ്, അടിമകളെ ആരാധിക്കലാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇലാ ഇബാദത്തില്ലാഹ് വന്നാസു ബനു ആദം വഹവ്വ ഇഖ്വത്തുൽ ലിഅബിൻ വഉമ്മിൻ, ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ ആദമിന്റെയും ഹവ്വായുടെയും സന്താനങ്ങളാണ്. ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും മക്കളാണ്. റുസ്തും പറഞ്ഞു, മാ അഹ്സനഹ, ഇത് എന്തൊരു നല്ല വർത്തമാനം. കൂടെയുള്ളവരോട് പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഇതോട് വിശ്വസിച്ചാലോ? അവര് പറഞ്ഞു, ഏയ് അതൊന്നും വേണ്ട, ഇതൊരു വിഡ്ഢിത്തമാണ്, ആരും സമ്മതിച്ചില്ല. റുസ്തുമിന്റെ അടുക്കലേക്ക് സൈന്യാധിപൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു റിബ്ഈ ഇബ്നു ആമിറിനെ പറഞ്ഞയച്ചു. റുസ്തും വലിയ പരവതാനിയിൽ കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുകയാണ്. റിബ്ഈ ഇബ്നു ആമിർ തന്റെ കുതിരയുടെ പുറത്ത്, ചരിത്രം വളരെ രോമാഞ്ചജനകമായ ഈ സംഭവം പറയുന്നു. റുസ്തുമിനെ തീരെ വകവെക്കാതെ തന്റെ കുതിരപ്പുറത്ത് തന്റെ വാളും എടുത്തുകൊണ്ടാണ് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെല്ലുന്നത്. റിബ്ഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്, ആയുധം പിടിച്ച് ഒരു പ്രസംഗമാണ്. ഞങ്ങൾ ആരാണ് എന്നറിയില്ലേ? വഖദ് ബഅസനല്ലാഹു നയശാ ലിനുഖ്രിജ മൻ യശാഉ മിൻ ഇബാദി മിൻ ദീഖിദ് ദുനിയാ ഇലാ സഅതിഹാ, ദുനിയാവിന്റെ ഈ കുടുസിൽ നിന്ന് അതിന്റെ വിശാലതയിലേക്ക് അതുണ്ടെങ്കിലേ ഒന്നും പ്രശ്നമാവില്ല. വറാഅ സാഹിബു കിസ്റ അൻ റആ ഉമറ ബൈനർ റഈയത്തി ഉത്ലൻ വഹിയ റായിഹാ, വലിയ ആള് വന്നിരിക്കുകയാണ്, പേർഷ്യക്കാരുടെ നേതാവ്. ഉമർ റളിയല്ലാഹു എവിടെ കിടക്കുന്നത്? മദീനയുടെ പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ മരത്തിന്റെ ചുവട്ടിൽ, ഈത്തപ്പനയുടെ ചുവട്ടിൽ, മണൽ തന്നെയാണ് തലയിണ. തനിക്ക് പിന്നെ തണലേകുന്നതോ ആ ഈത്തപ്പനയുടെ ഒരു ഭാഗത്ത് തന്റെ മുകളിലുണ്ടായിരുന്ന വിരിപ്പ് ഇങ്ങനെ വിരിച്ചിട്ട്. ആരാ? അമീറുൽ മുഅ്മിനീൻ
അമീറുൽ മുഅ്മിനീൻ എന്ന് ലോകത്താദ്യമായി വിളിക്കപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല എങ്ങനെയുള്ളതാ? മിൻ ദീഖിദ് ദുനിയാ, ദുനിയാവ് ഞങ്ങൾക്കിനി ആവശ്യമില്ല, ഇലാ സഅതിഹാ, അതിന്റെ വിശാലതയിലേക്ക്, വമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇഹ്സാൻ, എല്ലാ അനീതിയിൽ നിന്നും നീതിയിലേക്ക്. റുസ്തുമിന് അപ്പോഴും ഭയങ്കര ആഗ്രഹം, നമുക്ക് നിങ്ങൾ സ്വീകരിച്ചാലോ? ആരും സമ്മതിച്ചില്ല. മുഗീറത്ത് ബിൻ ശുഅബയെ പറഞ്ഞയച്ചു. മുഗീറ ചെന്നിട്ട് റുസ്തുമിന്റെ കൂടെ ഇരുന്നു. അവസാനം പറഞ്ഞ മറുപടിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലോകത്തോട് വിളിച്ചു പറയാനുള്ളത്, ഇന്നാ മആശിറൽ ഇസ്ലാം, ഞങ്ങൾ മുസ്ലിങ്ങൾ, ലാ യസ്ജുദു ബഅദുനാ ലിബഅദിൻ, ഞങ്ങൾ മറ്റൊരാൾക്കും സുജൂദ് ചെയ്യുന്നവരല്ല, ഞങ്ങൾ ഒരാളുടെയും അടിമയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ ഒരാളുടെയും അടിമയല്ല. നമ്മൾ അടിമയാണെങ്കിൽ അത് അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ അടിമ മാത്രമാണ്, വേറെ ഒരാളുടെയും അടിമയല്ല ഞങ്ങൾ, വേറെ ഒരാൾക്കും ഞങ്ങൾക്ക് യാതൊന്നുമില്ല. വഇൻ ഖത്തഅതനി ഫിൽ ഹുബ്ബി ഇർബാ ലമാ സകനൽ ഫുആദു ഇലാ സിവാക. അല്ലാഹു ആ ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇബ്രാഹിം ഇബ്നു അദ്ഹം പാടിയതാണ് അല്ലേ? രാജാവായിരുന്നു, എല്ലാം ഒഴിവാക്കി. തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ ഇയാല ലികൈ അറാക. അല്ലാഹുവേ, എന്റെ ലക്ഷ്യം നിന്നെ കാണുക എന്നതാണ്, എന്റെ ലക്ഷ്യം നിന്നെ അഭിമുഖീകരിക്കുക എന്നതാണ്. വഇൻ ഖത്തഅതനി ഫിൽ ഹുബ്ബി ഇർബാ ലമാ സകനൽ ഫുആദു ഇലാ സിവാക. അല്ലാഹുവേ, എന്റെ ആശ്വാസം റബ്ബേ നിന്നിലാണ്. അല്ലാഹുവേ, എന്റെ ഹൃദയം ശാന്തമാകുന്നത് നിന്നിലാണ്. തജാവസ് അൻ ലഈഫിൻ ഖദ് അതാക, നിന്റെ അടുക്കലേക്ക് വന്ന ഈ അടിമയോട് നീ വിട്ടുപൊറുക്കണേ റബ്ബേ. വജാഅ ഇലൈക മുർതജിയൻ റിളാക, നിന്റെ തൃപ്തി തേടിയിട്ടാണ് അല്ലാഹുവേ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഫഇൻ തഗ്ഫിർ, അതും പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഇൻ തഗ്ഫിർ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരികയാണെങ്കിൽ, ഫഅൻത ലിദാക അഹ്ലോ, അല്ലാഹുവേ നീ അതിന് അവകാശിയാണ്. നീ ഞങ്ങൾക്ക് പൊറുക്കുകയാണെങ്കിൽ നീ അതിന് അവകാശിയാണല്ലാഹ്. വഇൻ തദ്റുദ് ഫമൻ യർഹം സിവാക, നീ ഞങ്ങളെ ആട്ടിയകറ്റുകയാണെങ്കിൽ നീയല്ലാതെ ആരാണ് അല്ലാഹുവേ ഞങ്ങളോട് കാരുണ്യം കാണിക്കാൻ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കലും പറഞ്ഞാൽ അവസാനിക്കാത്ത, നമുക്ക് ആശയങ്ങൾ കണ്ടെത്താൻ പരിമിതമായ അറിവ് കൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഈ വലിയ പരന്നു കിടക്കുന്ന കടൽ പോലെയുള്ള ഈ വിഷയത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ഇവിടെ പരാമർശിച്ച് നമ്മുടെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങളെല്ലാവരും നേരത്തെ വരണം. നാളത്തെ വിഷയം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അത് അവതരിപ്പിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കത് പറഞ്ഞ് അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈമാനിന് അല്ലാഹു തആല വർദ്ധനവ് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി അവസാനം നമ്മുടെ ദുആയാണ്. സാധാരണ പറയാറില്ല, എന്നാലും ഞാൻ ഈ സംഘാടകർക്ക് വേണ്ടി പറയാണ്. എൻ്റെ CD അത് ഞാനൊരു സദസ്സിലും പൊതുവെ പറയാൻ മടിക്കുന്ന സംഗതിയാണ്, പക്ഷെ ഇത് മാത്രം